അഭിലാഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സംഘം തെരച്ചിലിന് വേണ്ടി മുകളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളൊപ്പം ഫയർഫോഴ്സിന്റെ റീജിയണൽ ഓഫീസർ ചേരുന്നുണ്ട്. സാർ, ഇന്നത്തെ ഒരു മിഷന്റെ പ്ലാൻ എന്തൊക്കെയാണ്? ഇന്നത്തെ മിഷൻ നമ്മൾ പരമാവധി ഇന്നലെയെല്ലാം നമ്മുടെ ടീമുകളുണ്ടായിരുന്നു. ഏതാണ്ട് 500-550ഓളം ആൾക്കാരുണ്ടായിരുന്നു, സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സ് ഉൾപ്പെടെ. ഇന്നും അതിനേക്കാളും കൂടുതൽ ടീമിനെ നമ്മൾ ഇന്ന് വിന്യസിക്കുന്നുണ്ട്. എന്നിട്ട് പരമാവധി സ്ഥലങ്ങൾ നമ്മളെ ന്യൂക്ക് ആൻഡ് കോർണർ എല്ലാ മുക്കും മൂലയും തറവായിട്ട് പരിശോധിക്കുക. പിന്നെ നമ്മുടെ കൂടെ തമിഴ്നാട് ഫയർഫോഴ്സിന്റെ ഒരു 60 പേരുണ്ട്. അവരും രണ്ടായിട്ട് തിരിഞ്ഞ് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മൺകൂനകളുടെ വലിപ്പ വ്യത്യാസമൊക്കെ കൃത്യമായി പരിശോധിക്കുന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? യന്ത്ര സംവിധാനം വെച്ചായിരിക്കും അതോ എങ്ങനെയാണ്? ഇപ്പൊ നിലവിൽ നമുക്ക് ഒരുപാട് പാറകളും മറ്റും വന്നതുകൊണ്ട് യന്ത്ര സംവിധാനം ഉപയോഗിച്ച് മാത്രമേ ഇപ്പോഴത്തെ പരിശോധനയുള്ളൂ. എന്നാൽ പറ്റാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മൺവെട്ടി, പിക്കാസ് അതൊക്കെ വെച്ച് പരിശോധിക്കുന്നുണ്ട്. ഇനി ചില വീടുകളൊക്കെ ഉൾഭാഗം കയറി നോക്കാനുണ്ട്. നമുക്ക് ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. എന്തെങ്കിലും മൃതദേഹങ്ങളോ മറ്റ് ശരീരാവശിഷ്ടങ്ങളോ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ടോന്ന്. അപ്പൊ ഒരു ചെറിയ സ്ഥലത്ത് പോലും നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പരിശോധനകൾ ഇനി തുടങ്ങാനെന്നാണ് തീരുമാനം. ഈ പുഴയുടെ വശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് വരുന്നത്. കാരണം ഉരുൾപൊട്ടലിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത് ചാലിയാറിൽ നിന്നാണ്, നിലമ്പൂരിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്കാൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത ഈ പുഴയുടെ ഓരങ്ങളിലാണെന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള പരിശോധന ഫോറസ്റ്റ് ടീമും പോലീസ് ടീമും നേവി എല്ലാം കൂടെ വേറൊരു വഴിക്ക് ഇവിടുന്ന്, അതായത് ബേലി മുതൽ താഴോട്ട് ഡൗൺ സ്ട്രീം പരിശോധന വേറൊരു ടീം നടത്തുന്നുണ്ട്. നമ്മുടെ ജീവനക്കാരും അതിനകത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു തറവായിട്ട് വ്യാപകമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? ഈ ഒരു ഘട്ടത്തിൽ ഒരാഴ്ച പിന്നിടാൻ പോവാണല്ലോ, 6ാം ദിവസമാണല്ലോ. ഇപ്പൊ നമ്മുടെ പ്രധാന വെല്ലുവിളി എന്ന് പറയാൻ പാറകൾ പലതും ഒഴുകി വന്നിട്ടുണ്ട്. അതിനടിയിൽ എന്തെങ്കിലും മൃതദേഹം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. അപ്പോൾ ഓരോ പാറയും പതുക്കെ നമ്മൾ മാറ്റേണ്ട. പിന്നെ നമ്മുടെ ഭാഗ്യവശ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് രക്ഷാപ്രവർത്തനം, ഈ സെർച്ചൊക്കെ നമുക്ക് എന്താക്കും, കുറച്ചുകൂടെ എളുപ്പമാക്കും. ഇന്നിപ്പോ ഏതൊക്കെ മേഖലയിലാണ്? ചൂരൽമല, മുണ്ടക്കൈ, ഏതൊക്കെ ഭാഗത്താണ് ഇവിടുന്നുള്ള? എല്ലാ സ്ഥലത്തും വ്യാപകമായിട്ട് നമ്മുടെ ടീമിനെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തറവായിട്ട് ചെക്കിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലവും നമ്മൾ അരിച്ചു പറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അഭിലാഷ്, അതാണ് ഫയർഫോഴ്സിന്റെ ഇന്നത്തെ ഒരു മിഷൻ. അവർ എല്ലാ മേഖലയിലും കൃത്യമായ പരിശോധനകളുമായി സാധ്യമായ എല്ലാ തരത്തിലും പരിശോധനകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ആക്ഷൻ പ്ലാൻ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിലേക്ക്, ദുരന്ത ഭൂമിയിലേക്ക് പോകാൻ സജ്ജമായിരിക്കുന്നു. ഇപ്പോൾ ഈ 6 ദിവസം പിന്നിടുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് തെരച്ചിലിൽ നേരിടുന്നത്. കാരണം ഇനി എത്ര അടി ആഴത്തിൽ മണ്ണ് വീണിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടെയെല്ലാം നമുക്ക് കടന്നു ചെന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിട്ടും കണക്കാക്കുന്ന അല്ലെങ്കിൽ ഈ പ്രതീക്ഷിക്കുന്നത്ര ആളുകളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അപ്പോൾ ഇനി ദിവസങ്ങൾ പിന്നിടും തോറും ഇതിന്റെ സാധ്യതകൾ വളരെ കുറച്ചു മാത്രം അല്ലെങ്കിൽ കുറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം വനമേഖലകൾ കേന്ദ്രീകരിച്ച്, പുഴയുടെ ഓരങ്ങൾ കേന്ദ്രീകരിച്ച് കുറെ കൂടി സംഘങ്ങളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സന്നദ്ധ പ്രവർത്തകരൊക്കെ സൂചിപ്പാറയിൽ പോയി കുടുങ്ങിയ ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഇടങ്ങളാണ്. അവിടെയൊക്കെ മനുഷ്യർക്ക് കടന്നു ചെന്ന് തിരയുക അത്ര എളുപ്പമുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറെ കൂടി ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണെങ്കിലും മുകളിലേക്ക്, മുണ്ടക്കൈ മേഖലയിലേക്കുള്ള ദൌത്യസംഘം അവിടെ എത്തി അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഇടങ്ങളിലേക്കുള്ള ദൌത്യസംഘങ്ങൾ ഇതാ ചൂരൽമലയിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. എന്നാണെങ്കിലും ഈ ഒരു മിഷൻ തുടരുകയാണ്. ഇതിന്റെ ആദ്യ ഘട്ടം ആണ് ഈ ഒരു തെരച്ചിൽ. അത് എത്ര ദിവസം നീളും എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം ഓരോ ദിവസവും കാണാതായ ആളുകളുടെ എണ്ണം കൂടി വരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ മിസ്സിംഗ് കേസുകൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അവരെല്ലാം കണ്ടെത്തുന്നതുവരെ ഈ ഒരു മിഷനുമായി തുടരുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഇതിൽ പ്രായോഗികമായിട്ട് എത്രമാത്രം സാധ്യമാകും എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് എന്താണ്
കണ്ടെത്താൻ സാധിക്കുക. അത് ഇപ്പോൾ തന്നെ ഈ ഒരു പല മേഖലകളിലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരാൻ തന്നെ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി ഈ ദിവസത്തെ തെരച്ചിലിന്റെ ഫലം കൂടി വന്നതിന് ശേഷമേ നമുക്ക് പറയാനാവുകയുള്ളൂ. ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു തെരച്ചിലുമായി മുന്നോട്ട് പോയേ തീരൂ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഒരു മണിക്കൂറുകളിൽ നമുക്ക് ആ വേലിപ്പാലത്തിനക്കരെ ആ പുഴയുടെ വശങ്ങളിലേക്ക് നടക്കുന്ന തെരച്ചിലുമായിട്ട് കൂടി അതിന്റെ ദൃശ്യങ്ങൾ കൂടി പങ്കുവെക്കാൻ കഴിയും. അഭിലാഷ്, ചൂരൽമലയിൽ നിന്നാണ് ഇപ്പോൾ CB അനുമോദ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈന്യം നിർമ്മിച്ച വേലിപ്പാലത്തിന് സമീപം അവിടെ നിരവധി രക്ഷാപ്രവർത്തകർ ആ പാലം കടന്ന് ആണ് അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഉൾപ്പെടെ പോകുന്നത്. വലിയ നാശനഷ്ടങ്ങളാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത് എന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ പുറപ്പെട്ടത് കണ്ടതാണ്. വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഈ തെരച്ചിലിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നത് സൈനികർ തന്നെയാണ്, സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർക്കാണ് കൂടുതൽ അനുഭവ സമ്പത്ത് ഉള്ളത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ആ വേലിപ്പാലം നിർമ്മിച്ചത് എന്നത് നമുക്കറിയാം. രാത്രിയും പകലും എന്ന് വ്യത്യാസമില്ലാതെ പണിയെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ദുരന്ത മേഖലയിലേക്ക് ഗതാഗതം സാധ്യമാക്കാൻ വേലിപ്പാലത്തിൻ്റെ നിർമ്മാണത്തിലൂടെ സാധിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് തെരച്ചിലിന് കൂടുതൽ വേഗത കൈവരിക്കുകയും ചെയ്തത്. ഇന്നും ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് തെരച്ചിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചാലിയാർ പുഴയിൽ ഇന്ന് തെരച്ചിൽ നടത്തുന്നു എന്നുള്ളത്. ഏറ്റവും അധികം മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും ലഭിച്ചത് ചാലിയാർ പുഴയിൽ നിന്ന് ആയിരുന്നു. ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും 3 മൃതദേഹാവശിഷ്ടങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്ത സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ മരണസംഖ്യ സംബന്ധിച്ച വ്യക്തമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. കാരണം ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുമ്പോൾ അത് ഒരേ മൃതശരീരത്തിൻ്റെ തന്നെ അവശിഷ്ടങ്ങൾ പലപ്പോഴായി ലഭിക്കുന്നതാകാം. അതുകൊണ്ട് ഒരവശിഷ്ടം ലഭിച്ചാൽ അപ്പോൾ അതിനെ ഒരു മരണം എന്ന നിലയിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഈ ഒരേ സ്വഭാവമുള്ള ഒരേ ശരീരത്തിൻ്റെ തന്നെ ഭാഗങ്ങളാണോ ലഭിച്ചത് എന്നതൊക്കെ DNA പരിശോധന പോലെയുള്ള കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അറിയാനും സാധിക്കുകയുള്ളൂ. ഇപ്പോഴും അത്തരത്തിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായൊരു കണക്ക് മരണത്തെ സംബന്ധിച്ച് പുറത്തുവിടാൻ സാധിക്കാത്തത്. അതോടൊപ്പം തന്നെയാണ് കാണാതായവർ എത്ര എന്നത് സംബന്ധിച്ചും വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്നതാണ്. എങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ ഇരട്ടിയോളം ആളുകളെയൊക്കെ കാണാതായിട്ടുണ്ട് എങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും ആളുകളെ കാണാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും തന്നെ ഇല്ലാതായ പശ്ചാത്തലത്തിൽ എത്ര പേർ മരണപ്പെട്ടു, ആ കുടുംബത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നു, ആ കുടുംബത്തിൽ പുറത്തുനിന്ന് ആളുകൾ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നോ, ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നോ, ഈ ലയങ്ങളിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ ആരൊക്കെയാണ്, ഇതൊക്കെ സംബന്ധിച്ച കൃത്യമായൊരു വിവരശേഖരണത്തിന് ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ADGP പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 400ഓളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ്. പക്ഷേ സർക്കാർ കണക്കുകളിൽ അത് 206 ആണ്. അനുമതി തെരച്ചിൽ